CPM-ന്റെ ജില്ലാ സമ്മേളനങ്ങളിൽ ആദ്യം ഇറങ്ങിയത് കൊല്ലത്തെ ജില്ലാ സമ്മേളനം. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് ഏറെ വിഷയങ്ങൾ നിലവിലുള്ളപ്പോഴാണ് കൊല്ലം ജില്ലാ സമ്മേളനം അരങ്ങേറിയത്. നിരവധി ആരോപണങ്ങൾ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സന്ദീപ് വാര്യരെ നല്ലൊരു സഖാവാക്കാൻ നോക്കി ആര്യ രാജേന്ദ്രനെ മേയറാക്കിയത് മണ്ടത്തരമായി പോയി. റഹീമിൻ്റെ MP ആയുള്ള പ്രകടനം പരിതാപകരം. ഇതൊക്കെയായിരുന്നു കൊല്ലം ജില്ലാ സമ്മേളനത്തിലെ ഉയർന്ന രൂക്ഷ വിമർശനങ്ങൾ എന്നാണ് മാധ്യമ വാർത്തകൾ. പക്ഷേ കൊല്ലത്തെയോ കരുനാഗപ്പള്ളിയെ സംബന്ധിച്ച് ഒരു നേതാവിന് പോലും ഒരു വിമർശനവും ഉന്നയിക്കാൻ ഇല്ലാതിരുന്നു എന്നതുകൊണ്ട് വ്യക്തമായി മനസ്സിലാക്കാം ഇതിൽ പകുതിയും മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച ആരോപണങ്ങളാണെന്ന്. സന്ദീപ് വാര്യരെ നല്ല സഖാവാൻ നോക്കി എന്നാണ് ഒരു പ്രതിനിധി ആരോപിച്ചത് എന്നാണ് വാർത്ത വന്നത്. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നപ്പോൾ വർഗീയ പരസ്യം നൽകിയത് എന്തിനാണെന്ന് പ്രതിനിധികൾ ചോദിക്കുന്നു. ആര്യ രാജേന്ദ്രനും DYFI ദേശീയ അധ്യക്ഷൻ റഹീമിനുമെതിരെയും സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു. കാരണം ഒന്നുകിൽ കൊല്ലം അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലകളിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുവർക്കും സീറ്റ് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴേ വിമർശനങ്ങൾ ഉയർത്തി പാർട്ടിയിലെ ഒരു വിഭാഗം ഇവരെ ഒതുക്കിയിരുത്താൻ ശ്രമിക്കുന്നതും. അത് മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളിൽ നിന്നും വളരെ വ്യക്തമാണ്. ജില്ലാ സമ്മേളനത്തിൽ CPM-നെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു എന്നാണ് വാർത്തകൾ. കോൺഗ്രസ് BJP പ്രവർത്തകർക്കുള്ള പരിഗണന പോലും പോലീസ് സ്റ്റേഷനുകളിൽ CPM പ്രവർത്തകർക്ക് കൊല്ലത്ത് കിട്ടുന്നില്ല എന്ന് വിമർശനമുണ്ട്. പോലീസ് ഭരണമാണോ അതോ പാർട്ടിയെ നന്നാക്കാനുള്ള പ്രവർത്തനമാണോ CPM പ്രവർത്തകർ ചെയ്യേണ്ടതെന്നാണ് ഇവിടുത്തെ ചോദ്യം. നേതാക്കൾ ആത്മകഥ എഴുതരുത് എന്നൊരു വിമർശനവും കൊല്ലത്ത് നിന്ന് ഉയർന്നു കേട്ടു. അതും മാധ്യമങ്ങളിൽ വന്നതാണ്. കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ ആത്മകഥാ വിവാദം ചൂണ്ടിക്കാട്ടിയാണത്രേ പ്രതിനിധികളുടെ ഈ ആവശ്യം. രണ്ടാം വട്ടം പിണറായി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ഏറെ ആഘോഷിച്ചതാണ് ഈ കൊല്ലം ജില്ലാ കമ്മിറ്റിയിലെ പ്രതിനിധികൾ. ഇപ്പോൾ അവർ പറയുന്നത് സാധാരണ പ്രവർത്തകർ എങ്ങനെ ജീവിക്കുന്നു എന്ന് പോലും പാർട്ടി അറിയുന്നില്ല, സാധാരണ പ്രവർത്തകരെ നേതൃത്വം തീർത്തും അവഗണിക്കുന്നു എന്നാണ്. വ്യക്തമായ കണക്കുകൾ എടുത്തു നോക്കിയാൽ കൊല്ലം ജില്ലയിൽ മാത്രം സർക്കാരിൻ്റെ വക വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സഹകരണ സ്ഥാപനങ്ങളിലും കൺസ്യൂമർ ഫെഡിലുമൊക്കെ പാർട്ടി പ്രവർത്തകർ തന്നെയാണ് താൽക്കാലിക ജീവനക്കാരനായി ഇപ്പോൾ ജോലി നോക്കുന്നതും. താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ അവസ്ഥ മനസ്സിലാക്കാൻ നേതൃത്വം ശ്രമിക്കുന്നില്ല എന്ന് ആരോപിക്കുമ്പോൾ തന്നെ സ്വന്തക്കാരെയും ബന്ധുക്കളെയുമൊക്കെ മിക്കവാറുമുള്ള എല്ലാ ജില്ലാ കമ്മിറ്റി നേതാക്കന്മാരും പല സ്ഥാപനങ്ങളിലായി പെൻഷൻ ലഭിക്കുന്ന സ്ഥാപനങ്ങളിൽ വരെ അടക്കം കൈപിടിച്ച് കയറ്റിയിട്ടുണ്ട്. അതൊന്നും പക്ഷേ ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയാകുന്നില്ല. കൊല്ലം സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. നിർധനരെ പോലും പാർട്ടി പ്രസിദ്ധീകരണങ്ങളിൽ വരിക്കാരാക്കാൻ നിർബന്ധിക്കുന്നു. അത് ശരിയാണ്. കാരണം ദേശാഭിമാനി ഓരോ പാർട്ടി പ്രവർത്തകനും നിർബന്ധമായും ഒരു വരിയെങ്കിലും എടുത്തിരിക്കണമെന്നത് പാർട്ടിയുടെ ശക്തമായ നിലപാടാണ്. 3000 രൂപയാണ് ഒരു വർഷത്തേക്ക് ദേശാഭിമാനി പത്രത്തിന്റെ വാർഷിക വരിസംഖ്യ. ഓരോ വർഷവും തീരുന്ന മുറയ്ക്ക് സർക്കാർ ജീവനക്കാരായാലും നിർധനരായ പാർട്ടി പ്രവർത്തകരാണെങ്കിലും വളരെ കൃത്യമായി ആ വരിസംഖ്യ പുതുക്കിക്കൊള്ളണം എന്നാണ് പാർട്ടി ഘടകങ്ങളുടെ നിർദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് ദേശാഭിമാനിയുടെ സർക്കുലേഷൻ കണക്കുകൾ കൂടിയിരിക്കുന്നതും. അതുമാത്രമാണ് ഒരുപക്ഷെ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന പരാതികളിലും ആരോപണങ്ങളിലും കഴമ്പുള്ള ഒരെണ്ണവും. ബ്രാഞ്ച് സെക്രട്ടറിയാകാൻ പല പ്രവർത്തകരും മടിക്കുന്നു എന്ന വിമർശനവും ഉയരുന്നുണ്ട്. കാരണം ഭരണം തീരാൻ പോവുകയാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലഘട്ടമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറി ആയാൽ അടുത്ത തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വരും. പാർട്ടിക്ക് വേണ്ടി എല്ലുമുറിയെ പണിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറിമാരടക്കം സ്ഥാനങ്ങൾ വഹിക്കാൻ പാർട്ടി പ്രവർത്തകർക്ക് മടിയാണെന്ന വാർത്തകളും സമ്മേളനത്തിനിടെ ഉയർന്നു കേൾക്കുന്നത്. വിവിധ ഏരിയ കമ്മിറ്റികളുടെ റിപ്പോർട്ടാണ് ജില്ലാ സമ്മേളനങ്ങളിൽ വയ്ക്കുന്നതെന്ന് വ്യക്തമാണ്. ജില്ലാ സമ്മേളനങ്ങളിൽ വിമർശനം സ്വാഭാവികമാണ്. അത് നിലവിലെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദ മാസ്റ്റർക്കെതിരെ വരെ വിമർശനമുയർന്ന സാഹചര്യമുണ്ട്. ഈ വിമർശനത്തിന് അടിസ്ഥാനമാകുന്ന കാരണങ്ങൾ സംസ്ഥാന സമ്മേളനത്തിൽ റിപ്പോർട്ടായി വയ്ക്കുകയാണ് പൊതുവെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം CPM-നുള്ളിലെ കാര്യമാണെന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു ആർജവമെങ്കിലും ഇനിയെങ്കിലും കാണിക്കണം.